ഹായ്, എൻ്റെ പേര് രേഷ്മ എന്നാണ്. എൻ്റെ വീട് കോട്ടയമാണ്. ഞാനൊരു എഞ്ചിനീയർ ആണ് ആക്ച്വലി. പക്ഷേ എനിക്ക് ആ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിനേക്കാളും കൂടുതൽ വേറൊരു ഫീൽഡിലാണ് ജോലി കാര്യങ്ങളൊക്കെ വന്നത്. അതിനുശേഷം എനിക്ക് കൊറോണ സമയത്ത് ഒരു ക്രൈസിസ് വന്ന സമയത്ത് ഞാൻ ഈ ഒരു സീസിൻ്റെ ആഡ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ബേക്കിങ്ങിൻ്റെ ആണ് ഞാൻ ഫസ്റ്റ് കണ്ടത് ഒരു സ്റ്റാറ്റസിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ് ബേക്കിംഗ് പഠിക്കുക, അതൊരു പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യമാണെന്ന് വിചാരിച്ചു. പക്ഷേ സർപ്രൈസിംഗ്ലി അവരുടെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ബിക്കോസ് നമുക്കിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് എങ്ങനെയാണ് അതുപോലെ തന്നെ അവർ വീഡിയോ കോൾ ചെയ്ത് ഇൻഡിവിജ്വൽ ആയിട്ട് വരെ എനിക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അവർ കൂടെ ഇരുന്നിട്ട് ബീറ്റിംഗ് ചെയ്യുന്നതായിക്കോട്ടെ, ഓവനിൽ വെക്കുന്നതായിക്കോട്ടെ, ഐസിങ് ചെയ്യുന്നതായിക്കോട്ടെ, എല്ലാം എൻ്റെ കൂടെ ഇരുന്നിട്ട് ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം അതോടുകൂടി എനിക്ക് സീസണുള്ളൊരു ട്രസ്റ്റ് വർദ്ധിച്ചു. അതിനുശേഷമാണ് ഞാൻ പ്രീ പ്രൈമറി TTC എടുക്കുന്നത്. പ്രീ പ്രൈമറി TTCയിലൂടെ ടീച്ചറിന് ഒരു സൈക്കോളജിയും കൂടെയുള്ള നല്ലതാണെന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ അതിൻ്റെ കൂടെ കൗൺസിലിംഗ് സൈക്കോളജി എടുത്തു. അപ്പോൾ മെന്റേഴ്സിന്റെ സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ ഒരു സൈക്കോളജിയും TTCയും കൂടെ പഠിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് മെന്റേഴ്സ് അയക്കും. ഓക്കെ ആണോ, കംഫർട്ടബിൾ ആണോ, എന്തെങ്കിലും ഹെൽപ്പ് ഞങ്ങളുടെ നിന്ന് വേണോ, അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ എമൗണ്ടിന്റെ കോഴ്സാണ്. എന്നിട്ട് പോലും ഞാൻ ലക്ഷങ്ങളും മുടക്കി പഠിച്ച എഞ്ചിനീയറിംഗിന് പഠിച്ചിട്ട് പോലും എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ചെറിയ ഫീസ് കൊടുത്ത് ഇങ്ങനെയുള്ള കോഴ്സ് പഠിച്ചിട്ട് പോലും അവർ തരുന്ന സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഏത് സമയത്ത് മെസ്സേജ് അയച്ചാലും അവർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. എപ്പോൾ വിളിച്ചാലും അവർ കോൾ എടുക്കും. സപ്പോസ് എടുക്കാൻ പറ്റില്ല ഉടനെ തിരിച്ചു വിളിക്കുക, എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ച് തിരിച്ചു വിളിക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും ഞാൻ സ്വീസ് എന്ന് പറയുന്ന ഒരു ഈ ആളുകൾ സ്വീസിന്റെ കൂടെ മാത്രമേ എനിക്ക് ഒരു ഹയർ സ്റ്റഡീസിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പിക്കപ്പ് ചെയ്തെടുക്കുന്ന ഒരു ആളുകളാണ് നമ്മുടെ സ്വീസിന്റെ കൂടെ ഉള്ളത്. നമ്മുടെ ഓണർ ഹാരിസ് സാർ, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ ഫൗണ്ടർ ആൻഡ് CEO നമ്മുടെ ഹാരിസ് സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സപ്പോർട്ട് ഓരോ സ്റ്റുഡന്റിനും ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്നുണ്ട്. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും സാറിന്റെ കയ്യിൽ നമുക്കുണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ സ്കൂളിൽ ആങ്കറിങ്ങിന് വന്നേപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ TTCയുടെ ഒരു ക്യാമ്പിന് പോയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ആങ്കറിങ് ചെയ്തു. അപ്പോൾ സാർ എന്നെ നോട്ടീസ് ചെയ്തു. പിന്നെ ഒരു 600 പേരുള്ള 700 പേരുള്ള ഒരു സ്റ്റേജിൽ എന്നെ വിളിക്കുകയാണ് ചെയ്തത് ആങ്കറിങ്ങിന് പറഞ്ഞാൽ. ഞാൻ ശരിക്കും വണ്ടറായിപ്പോയി. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് പഠിക്കുന്നത്, പക്ഷെ ഓരോ സ്റ്റുഡൻസിന്റെയും കഴിവ് ഈ സാറിന് സെപ്പറേറ്റ്ലി, സാറിന് മാത്രമല്ല ടീച്ചേഴ്സിനും സെപ്പറേറ്റ്ലി മനസ്സിലായിട്ട് അവരെ എങ്ങനെയെങ്കിലും ആ ഒരു കഴിവ് മോട്ടിവേറ്റ് ചെയ്ത് വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഞാനിത് ഒരു സ്കൂളിൽ ആങ്കറിങ്ങിന് വന്നേക്കാണ്. അപ്പോൾ ഇതൊക്കെ ഹാരിസ് സാറിന്റെ അനുഗ്രഹം കൊണ്ടാണ്. സാറാണ് ശരിക്കും പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി തന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇവിടെ ഇപ്പോൾ സ്കൂളിൽ കിട്ടിയില്ലെങ്കിൽ പോലും, ടീച്ചേഴ്സായിട്ട് സ്കൂളുകളിൽ കിട്ടിയില്ലെങ്കിൽ പോലും സാറ് തന്നെ ബിഫോർ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അവർക്ക് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അത്രയും സപ്പോർട്ട് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രത്യേകിച്ച് ഓൺലൈൻ, ഓഫ്ലൈനിൽ പോലും ഇത്ര സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഓൺലൈൻ